കഴിഞ്ഞ വീഡിയോ കട്ടായി പോയിട്ടോ. സോ ഇതിൽ പറയുന്ന ഈ 7 ഏരിയാസിൽ ഇതിൽ ഡാമേജ് സംഭവിച്ചാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ്. സോ പ്രൈമറി ഓഡിറ്ററി കോട്ടക്സിൽ ഡെഫ്നെസ് ഉണ്ടാവും. പ്രൈമറി വിഷ്വൽ കോട്ടക്സ് ആണെന്നുണ്ടെങ്കിൽ ബ്ലൈൻഡ്നെസ്. ആംഗുലാർ ഗൈറസ് ആണെങ്കിൽ അലക്സിയ. അലക്സിയ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇനബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ഓർ റീഡ് റിട്ടൺ ലാംഗ്വേജസ്. എഴുതിയ ലാംഗ്വേജസ് മനസ്സിലാക്കാനും റെക്കഗ്നൈസ് ചെയ്യാനും വായിക്കാനുള്ള ബുദ്ധിമുട്ടിനെയാണ് നമ്മൾ അലക്സിയ എന്ന് പറയാം. സോ പിന്നെ അടുത്താണ് വെർണിക്സ് ഏരിയ. വെർണിക്സ് ഏരിയയിൽ ഡാമേജ് സംഭവിച്ചാൽ എന്താ ഉണ്ടാവുക? റിസെപ്റ്റീവ് സെൻസറി അഫേസിയ, അതായത് അതിന് കോംപ്രഹെൻഷൻ റിസീവ് ചെയ്തിട്ടുള്ള ബാക്കിയുള്ള കോംപ്രഹെൻഷൻ പാർട്ടിലായിരിക്കും ബുദ്ധിമുട്ടുണ്ടാവുക. ദെൻ ആക്വൈഡ് ഫാസിക്കുലസ് വിച്ച് ഇസ് എ റീജിയൻ വിച്ച് ഇസ് കണക്റ്റഡ് the area of Wernicke's and Broca's area. So acute fasciculus leads to അല്ലെങ്കിൽ അതിൻ്റെ ലേഷൻ വിച്ച് ഇസ് ലീഡ്സ് ടു കണ്ടക്ഷൻ അഫേസിയ. കണ്ടക്ഷൻ അഫേസിയ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ആ ഒരു കോംപ്രഹെൻഷനും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാവും എന്നുള്ളത്. ദെൻ ബ്രോക്കാസ് ഏരിയയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ എക്സ്പ്രസീവ് അഫേസിയ ആണ് ഉണ്ടാവുക. എക്സ്പ്രസീവ് അഫേസിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്പീച്ച് പ്രൊഡക്ഷനിൽ ബുദ്ധിമുട്ട്, അതിൻ്റെ എക്സ്പ്രഷനിലാണ് ബുദ്ധിമുട്ടുണ്ടാവുക. ദെൻ പ്രൈമറി മോട്ടോർ കോർട്ടെക്സ് എന്ന് പറയുന്ന ഏരിയയിൽ ഡാമേജ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ വിച്ച് ഇസ് ലീഡ്സ് ടു പാരലൈസിസ്. നമ്മൾ പറയല്ലോ സ്ട്രോക്ക്, പക്ഷാഘാതം എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷനിലേക്ക് നമ്മൾ ബോഡി ഈ ഒരു ഫാറ്റിക് അവസ്ഥയിലേക്ക് ലീഡ് ചെയ്യും. അത് ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ പാരലൈസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി വെർണിക്ക് ഗഷ്യൻ മോഡൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അതിൻ്റെ ഫങ്ഷൻസ് ഒക്കെ പറഞ്ഞല്ലോ എന്തൊക്കെയാണെന്ന്. അപ്പോൾ അതിൻ്റെ ഒരു ഓർഡറാണ് പറയുന്നത്. ജസ്റ്റ് വായിച്ചു നോക്കുക. ആ ഒരു ഓർഡറിൽ മെയിനായിട്ട് നിങ്ങൾ ആ കാര്യങ്ങൾ പഠിക്കുക. ഏത് ഏരിയസ് ഏതൊക്കെയാണ് ഇൻവോൾവ്ഡ് ആയിട്ടുള്ളത് എന്നുള്ളത് നോക്കുക. ദെൻ ഇത് പറയുന്നത് ജസ്റ്റ് ആ ഒരു പാത്വേ പോലെ എങ്ങനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതിന് ആദ്യം വിഷ്വൽ കോർട്ടെക്സ്, ഓഡിറ്ററി കോർട്ടെക്സ് വിഷ്വൽ കോർട്ടെക്സിലേക്ക് വന്നിട്ട് എങ്ങനെയാണ് ഇത് ഇൻ്റർലിങ്ക്ഡ് ആയിട്ടുള്ള എന്നുള്ള ഒരു പാത്വേ ആണ് ഈ ഒരു എന്താണ് എങ്ങനെയാണിത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ പിക്ചറും ഒക്കെ പറയുന്നത്. ദെൻ ഇത്രയേ ഉള്ളൂ ഈ ഒരു ലാംഗ്വേജ് ലോക്കലൈസേഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക്. സോ മെയിനായിട്ടും നമ്മൾ പറയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ബ്രോക്കാസ് ഏരിയ എന്താ, വെർണിക്സ് ഏരിയ എന്താ, ആക്വൈഡ് ഫാസിക്കുലസ്, അതിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്ന ലേഷൻ കൊണ്ടുണ്ടാവുന്ന ഡിസോർഡേഴ്സ്, അഫേസിയ, ബ്രോക്കാസ് അഫേസിയ, വെർണിക്കസ് അഫേസിയ, വേർഡ് സലാഡ്, കണ്ടക്ഷൻ അഫേസിയ, അങ്ങനെയുള്ള കാര്യങ്ങളും ഡിസോർഡേഴ്സും പിന്നെ വെർണിക്ക് ഗഷ്യൻ മോഡലിലുള്ള 7 പ്രൈമറി കോമ്പണൻസിനെയും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ടോപ്പിക്ക്. താങ്ക് യു.